ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനം ആരംഭിച്ചു. ഇന്നലെ റോമിൽ നിന്നും യാത്ര തിരിച്ച പാപ്പ 13 മണിക്കൂർ വിമാനയാത്ര പിന്നിട്ടാണ് ഇന്ന് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 9:50 ജക്കാർത്ത സുകർണോ ഹട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. ജക്കാർത്തയിൽ സൈനികർ ഉൾപ്പെടെയുള്ളവരുടെ വരവേൽപ്പോടെയാണ് ഫ്രാൻസിസ് പാപ്പയെ സഭാ നേതൃത്വവും സർക്കാർ നേതൃത്വവും സ്വീകരിച്ചത്. വിമാനത്തിൽ പരിശുദ്ധ പിതാവ് തനിക്കൊപ്പമുള്ള മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്തിരുന്നു. ഇന്ന് പാപ്പ മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. 2020 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തീരുമാനിച്ചത്. എന്നാൽ കോവിഡ്-19 മഹാമാരിയെ തുടർന്ന് യാത്ര റദ്ദാക്കുകയായിരുന്നു. വത്തിക്കാനും ഇന്തോനേഷ്യൻ സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് സെപ്റ്റംബർ മാസത്തേക്ക് സന്ദർശനം ക്രമീകരിക്കുവാൻ തീരുമാനിച്ചത്. ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹത്തിലേക്ക് ആദ്യമായി സന്ദർശനം നടത്തിയത് പോൾ 6 പാപ്പയായിരുന്നു. 1970 ഡിസംബർ 3 സന്ദർശനം. 1989 ഒക്ടോബർ 8 മുതൽ 12 വരെ ജോൺ പോൾ 2 മാർപ്പാപ്പയും ഇന്തോനേഷ്യ സന്ദർശിച്ചു. വടക്കൻ സുമാത്ര, ജാവ ഉൾപ്പെടെയുള്ള മേഖലകളിലും ജോൺ പോൾ 2 പാപ്പ അന്ന് സന്ദർശനം നടത്തിയിരുന്നു. അപ്പസ്തോലിക യാത്രയ്ക്ക് മുന്നോടിയായി സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ റോമിലെ സാന്താ മരിയ മജോറെ ബസിലിക്കയിൽ പ്രാർത്ഥിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ എത്തിയിരുന്നു. തികച്ചും സ്വകാര്യമായ ആത്മീയ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് പാപ്പ എത്തിയത്. ബസിലിക്കയിലെ സാലൂസ് പോപ്പുലി റൊമാനി എന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപത്തിനു മുൻപിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. 28 കോടിയോളം വരുന്ന ജനസംഖ്യയുടെ 87.02% ആളുകളാണ് ഇസ്ലാം മതം പിന്തുടരുന്നത്. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 3% മാത്രമാണ് കത്തോലിക്കർ.